ഒരാൾ രാവിലെ വിളിച്ചിട്ട് നമ്മളെ ക്ലയൻറ്റ് വിളിച്ചിട്ട് പറയും ഇന്ന് തന്നെ ആഡ് റൺ ചെയ്യണം. എന്താണ് അതിലൊക്കെ ഒരു ലോജിക്ക് ഉണ്ടോ? ഇന്ന് തന്നെ ആഡ് റൺ ചെയ്യുന്നതിൽ അല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് സത്യം പറഞ്ഞാൽ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ ഒരു എങ്ങനെ പോയാലും ഒരു 3 to 4 hours എടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബെയർ മിനിമം പറഞ്ഞു കേട്ടോ. ഒരു ദിവസം എടുത്ത് ചെയ്യുന്നതിലൊന്നും ഞാൻ തെറ്റ് പറയത്തില്ല. അത് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്കൊരു ക്യാമ്പയിൻ, ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു ക്യാമ്പയിനെ സംബന്ധിച്ചോളം ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ റിസർച്ച് ആവശ്യമുണ്ട്. നമുക്ക് ഈ പറയുന്ന കീവേഡ് റിസർച്ച് മാത്രമല്ല, നമ്മൾ ആരിലേക്കാണ് ആ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്ക് ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുന്നേ. അത് ഞാൻ കീവേഡ്സ് മാത്രമല്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ആഡ് കോപ്പി നമ്മളെ ആ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. ഏത് യൂസറിലേക്കാണ് അല്ലെങ്കിൽ എന്ത് പ്രോബ്ലം ഉള്ള ആളുകളിലേക്കാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ അവരുടെ, ഞാൻ പറയാം, ഡെമോഗ്രാഫിക്സും ഏജ് ഗ്രൂപ്പും മാത്രമല്ല, വ്യക്തമായിട്ടുള്ള ആ നീഡുള്ള ആരാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതെ. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ മെഷീൻ ലേണിംഗ് ആണ്. അപ്പം എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോംസിന് കൊടുക്കാൻ കഴിയുമോ മാക്സിമം അത് കൊടുക്കണം. അപ്പം അവർ അനലൈസ് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പീസ് അനലൈസ് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഇമേജ് അനലൈസ് ചെയ്യും. അപ്പോൾ വ്യക്തമായിട്ടുള്ള നമുക്ക് ഇപ്പം ഗ്രാഫിക് ഡിസൈനറുമായിട്ട് കമ്പയിൻ ചെയ്തിട്ട് നല്ല ഒരു ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ടൈം എടുക്കും. കറക്റ്റ്. നമ്മുടെ ലാൻഡിംഗ് പേജ് ഒപ്റ്റിമൈസ് ചെയ്യാം. നമുക്ക് പല ഞാൻ മനസ്സിലാക്കണം ആരാണ് ഐഡിയൽ കസ്റ്റമർ മനസ്സിലാക്കണം. കറക്റ്റ്. അപ്പം ഈ നമുക്ക് ഒരു ലാൻഡിംഗ് പേജ് ഈ പറയുന്ന നമ്മൾ പ്രീവിയസ്ലി പല ക്യാമ്പയിൻസും ചെയ്ത് ഇപ്പം ഹോട്ട്ജാർ പോലുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ക്ലാരിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാം എബൌട്ട് ദ ഫോൾഡ് ഏരിയയിൽ നമുക്ക് പല ബട്ടൺസും ആളുകൾ ക്ലിക്ക് ചെയ്യുന്നില്ല, അതൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തണം. അത്തരത്തിലുള്ള ലാൻഡിംഗ് പേജ് ഒപ്റ്റിമൈസേഷൻസ് നമ്മൾ പ്രീവിയസ് ക്യാമ്പയിൻസിൽ നിന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പം ചിലപ്പോൾ വീണ്ടും കുറച്ച് ഒപ്റ്റിമൈസേഷൻസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ക്യാമ്പയിന് വേണ്ടിയുള്ള ലാൻഡിംഗ് പേജ് പോലും സെറ്റ് ചെയ്യാൻ കഴിയും. കറക്റ്റ്. ആ ടെക് സൈഡ് തീർക്കണം. അതെ. ഓഫ്ലൈൻ അല്ലെങ്കിൽ കൺവേർഷൻ API സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ അതാ പറയാം, നമ്മൾ ഈ പറയുന്ന എന്താണ് ആ ലാൻഡിംഗ് പേജിലെ ആക്ഷൻ, അതായത് അതിലെ CT എന്താണ്, ആ ഫോം ഫില്ല് ചെയ്യാണ്. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ എങ്ങോട്ടേക്കാണ് പോകുന്നത്? CRMലേക്ക്. ആ CRMൽ ഡാറ്റ റിസീവ് ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് ഗൂഗിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം ഫസ്റ്റ്. അതെ, സ്റ്റെപ്പിൽ. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ആഡ് കോപ്പീസ്, ബഡ്ജറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒപ്റ്റിമൈസേഷൻസ് മുഴുവൻ പോവാം. അതെ. അപ്പം ഇതിന് ഈ പറയുന്ന പോലെ എനിക്ക് 4 മണി വരെ സമയം തന്നു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ സമയം എത്രയായി? 12 മണി. ഈ 12 മണി എനിക്ക് 4 മണിക്കൂർ മതിയോ? പോരാ, എനിക്ക് 1-2 ദിവസം എടുക്കും. ഓരോരുത്തരും ഓരോ പണി ഷാനിന് റിസൾട്ട് വേണമെങ്കിൽ എനിക്ക് ടൈം തന്നാലേ ഈ പറയുന്ന വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം വേറെ ഉണ്ട് ഈ പറയുന്ന 7 to 14 days ലേണിംഗ് പീരീഡ് സിസ്റ്റത്തിനുണ്ട്. അവർ ആ പീരീഡ് പറയുന്നത് ബെയർ മിനിമം ഞങ്ങൾക്ക് ആ സമയങ്ങളും തരണം നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പം നമ്മളുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം ഇൻപുട്സ്, ഇപ്പോൾ ദൈവം പാതി ഞാൻ പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു ഫസ്റ്റ് ഇൻപുട്ടിന് ശേഷം ആ ഇൻപുട്ട് അനുസരിച്ചുള്ള ഒരു ഫസ്റ്റ് കൺവേർഷൻ അവർ തരുമെന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ കൺവേർഷൻസും സെയിൽസ് അല്ല, എല്ലാ സെയിൽസും കൺവേർഷൻസും അല്ല. അപ്പം ആദ്യത്തെ ഒരു 10 കൺവേർഷൻ നമുക്ക് പ്ലാറ്റ്ഫോമിൽ 10 കൺവേർഷൻസ് കാണിച്ചു. ആ 10 കൺവേർഷൻസിൽ എത്ര സെയിൽസ് ആയിട്ട് കൺവേർട്ടായി എന്നുള്ള ഡാറ്റ നമ്മൾ തിരിച്ച് മെറ്റ കൺവേർഷൻസ് API വഴിയൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ആ ഫുള്ളി ഫ്ലെഡ്ജ് ആവും. ആ ക്യാമ്പയിൻ നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യും. ഈ സെറ്റ് ഓഫ് ഓഡിയൻസ് ആണ് ഓഡിയൻസ്, ഐഡിയൽ ഓഡിയൻസ്. വി നീഡ് ടു പുൾ ദിസ് ക്യാമ്പയിൻ ടു ദോസ് പീപ്പിൾ, അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ കേസ് പറഞ്ഞാൽ ഹൈ വാല്യൂ, ഇപ്പം കൺവേർഷൻ വാല്യൂ വെച്ചിട്ട് ദാറ്റ് പ്രോഡക്റ്റ് ഈസ് അറൗണ്ട് 850 rupees. അപ്പോൾ 850 rupees വാല്യൂ ഉള്ള ആ പ്രോഡക്റ്റ് ബൈ ചെയ്ത കസ്റ്റമർ ഇവനാണ്. അപ്പം ഇവന് ഈ ഒരു പർച്ചേസിങ് പവറുള്ള കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു പ്രോഡക്റ്റ്, നിൻ്റെ പ്രോഡക്റ്റിനെ ഞങ്ങൾ കാണിക്കാം.